നമസ്കാരം. ഇറാനുമായിട്ടുള്ള സമാധാന കരാർ പൂർത്തിയായെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിപണിയിലും ഉണർവ്. ക്രൂഡ് ഓയിലിൽ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില $3.51 കുറഞ്ഞ് ബാരലിന് $83.82 താഴ്ന്നു. സംഘർഷങ്ങളെ തുടർന്ന് സമീപ മാസങ്ങളിൽ ആഗോള ഊർജ്ജ വിപണി കടുത്ത അസ്ഥിരതയിലായിരുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ബാരലിന് ഏകദേശം $70 നിരക്കിൽ വ്യാപാരം നടന്നിരുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില യുദ്ധസമയത്ത് ഏറ്റവും ഉയർന്ന നിരക്കായ $120 ഏഷ്യയിലെ പ്രധാന ഓഹരി വിപണികളിലും വൻ മുന്നേറ്റം രേഖപ്പെടുത്തി. തിങ്കളാഴ്ച വിപണി വ്യാപാരം ആരംഭിച്ച തൊട്ടു പിന്നാലെ ജപ്പാന്റെ മുൻനിര സൂചികയായ നിക്കൈ 225 4.5% ഉയർന്നപ്പോൾ ദക്ഷിണ കൊറിയയുടെ കോസ്പി 5.7% കുതിച്ചുയർന്നു. അതേസമയം ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് 30 ദിവസത്തിനുള്ളിലെ US നാവിക ഉപരോധം നീക്കുമെന്നതാണെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന തിരക്കേറിയ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടതിനെ തുടർന്നാണ് US സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയത്. ഏപ്രിൽ 13 ഉപരോധം ആരംഭിച്ചത് മുതൽ 9 കപ്പലുകൾ പ്രവർത്തനരഹിതമാക്കുകയും 135 കപ്പലുകളെ വഴിതിരിച്ചുവിടുകയും ചെയ്തതായും സെൻകോം അറിയിച്ചിരുന്നു. കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്രായേൽ ബെയ്റൂട്ടിൽ ബോംബാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാൻ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന കടുത്ത ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് തന്റെ അതിശക്തമായ നയതന്ത്ര ഇടപെടലിലൂടെ ഇറാന്റെ പിണക്കം മാറ്റുകയും കരാർ അന്തിമ രൂപത്തിലെത്തിക്കുകയുമായിരുന്നു. കരാറിലെത്തിയതായി ഇറാനും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ ചരിത്രപരമായ പ്രഖ്യാപനം. ആഗോള എണ്ണക്കടത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് യാതൊരുവിധ നികുതികളും ഈടാക്കാതെ പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ ട്രംപ് ഉത്തരവിട്ടു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനൊപ്പം ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ US നാവികസേന ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ഉടനടി നീക്കാനും അദ്ദേഹം അനുമതി നൽകി. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ രഹസ്യ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും കരാർ യാഥാർത്ഥ്യമായ വിവരം X പ്ലാറ്റ്ഫോമിലൂടെ സ്ഥിരീകരിച്ചു. അതീവ സങ്കീർണമായ ചർച്ചകൾക്കൊടുവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ എത്തിച്ചേർന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുന്നണികളിലും ഉടനടി ശാശ്വതമായ യുദ്ധവിരാമം പ്രഖ്യാപിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്നായിരുന്നു ഷഹബാസ് ഷെരീഫ് കുറിച്ചത്. വരും വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരിക്കും ഇരു രാജ്യങ്ങളും കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുക. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ആകെ എണ്ണ പ്രകൃതിവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന മെയിൻ റൂട്ടാണിത്. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഏപ്രിലിൽ അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങൾ നാവികസേനയെ വെച്ച് ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഹോർമുസ് തുറക്കുന്നതോടെ മാസങ്ങളായി കടലിൽ കുടുങ്ങിക്കിടക്കുന്ന 500-ലധികം ഇന്ത്യൻ നാവികരടക്കമുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങും. അതേസമയം ഇപ്പോൾ ഒപ്പുവെച്ച കരാറിലെ സമ്പൂർണ്ണ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കും. ഹോർമുസിൽ US തുടരുന്ന നാവിക ഉപരോധവും പിൻവലിക്കും. ഇറാനുമേലുള്ള ഉപരോധം പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ലഘൂകരിക്കും. ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെപ്പറ്റി ഇരുപക്ഷവും അടുത്ത 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്യും. അന്തിമ കരാർ വരുന്നതുവരെ നിലവിലെ ആണവനില നിലനിർത്തും. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യില്ലെന്ന് സമ്മതിച്ചതായും സമാധാന കരാറിന്റെ കരടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഏതൊക്കെ യാഥാർത്ഥ്യമായി എന്ന് കണ്ടുതന്നെ അറിയണം. ഇറാന്റെ എണ്ണയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധവും നിശ്ചിത കാലത്തേക്ക് US പിൻവലിക്കും. ഇറാൻ എണ്ണ കയറ്റുമതി തുടരാനും വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. വിദേശത്ത് മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ US വിട്ടു നൽകും. ഏകദേശം $25 ബില്യൺ ഫണ്ട് ഇത്തരത്തിൽ ഇറാന് ലഭിക്കും. നേരിട്ടുള്ള പണക്കൈമാറ്റം, പ്രാദേശിക രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം, സാമ്പത്തിക ക്രെഡിറ്റ് ലൈനുകൾ നീട്ടി നൽകൽ എന്നിവയിലൂടെയാണിത്.